So our next important topic is Cortex-M processors. Okay. So നമ്മൾ കഴിഞ്ഞ പോർഷനിൽ പഠിച്ചു പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ അതിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചു. ഓക്കെ. സോ ഈ പ്രൊസസ്സറിൻ്റെ ജസ്റ്റ് ഡിസൈനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇന്ന് നോക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊസസ്സറിൻ്റെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഈ പ്രൊസസ്സറിൻ്റെ ഡിഫറെൻറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊസസ്സറിൻ്റെ ഡിഫറെൻറ്റ് ഫാമിലീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിലുള്ള ഒരു ഫാമിലിയാണ് Cortex-M. ഓക്കെ. അപ്പം Cortex-M ഒരു സീരീസാണ്. ഇപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഫാമിലിയിലുള്ളതാണ് Cortex-M. ഓക്കെ. ഈ Cortex-M ആണ് ആമിൻ്റെ ഒരു ഫാമിലി. ഡിഫറെൻറ്റ് ഫാമിലീസ് ഉണ്ട്, അതിലൊരു ഫാമിലിയാണ് Cortex-M. ഈ Cortex-M തന്നെ ഡിഫറെൻറ്റ് സീരീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ശേഷം പഠിക്കും. ഓക്കെ. സോ Cortex-M is a family of ARM processors. അപ്പോൾ പ്രൊസസ്സറിൻ്റെ ഒരു ഫാമിലിയാണ് Cortex-M. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചു, അതിൻ്റെ ഓരോ ബ്ലോക്ക് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് Cortex-M എന്താ, Cortex-M എന്ന് പറഞ്ഞാൽ എന്താ, ആമിൻ്റെ ഒരു ഫാമിലിയാണ് Cortex-M. ഓക്കെ. So Cortex-M is a series of 32-bit ARM processor cores specially designed for microcontrollers and embedded systems. Okay. So Cortex-M എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറിൻ്റെ ഒരു ഫാമിലിയാണ്. ഓക്കെ. അപ്പോൾ 32 ബിറ്റ് പ്രൊസസ്സറിൻ്റെ ഒരു ഫാമിലിയാണ് Cortex-M. എത്ര ബിറ്റാണ്? 32 ബിറ്റ്. സോ ഹിയർ യു ക്യാൻ സീ 32 ബിറ്റ് പ്രൊസസ്സറിൻ്റെ ഒരു ഫാമിലി, ഒരു സീരീസാണ് Cortex-M. ഓക്കെ. ഇതെന്തിനാണ് ഡിസൈൻ ചെയ്തത്? സ്പെഷ്യലി ഇത് ഡിസൈൻ ചെയ്തത് മൈക്രോ കൺട്രോളേഴ്സും എംബെഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തത്. ഓക്കെ. ദീസ് പ്രൊസസ്സേഴ്സ് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ, അപ്പം എന്തൊക്കെയാണ് ലോ പവർ കൺസപ്ഷൻ. അപ്പോൾ ഇതിന് ലോ പവർ കൺസപ്ഷനാണ്. അതേപോലെ റിയൽ ടൈം പ്രോസസ്സിങ്, അതായത് എപ്പോഴും അതിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ഇപ്പോൾ സഡൻ ഒരു ആക്ഷൻ വേണമെങ്കിൽ അതേ ടൈം തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസ്പോൺസുകൾ തരും. പിന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ടൈമാണ് നേരത്തെ പറഞ്ഞ സാധനം. പിന്നെ സ്മോൾ മെമ്മറി യൂസേജും ഭയങ്കര കുറവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് Cortex-Mൻ്റെ. ഓക്കെ. സോ ഈ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്തൊരു ഫാമിലി ഉണ്ടല്ലോ, ആമിൻ്റെ ഒരു പ്രൊസസ്സർ ഫാമിലിയാണ് കോർട്ടെക്സ്. ഈ M എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറിനാണ്. ഓക്കെ. അപ്പോൾ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നെയിം ഓഫ് പ്രൊസസ്സർ ഫാമിലി. ഓക്കെ. അപ്പം ഡിസൈൻ ചെയ്ത ഒരു പ്രൊസസ്സർ ഫാമിലിയാണ് കോർട്ടെക്സ്. ആ കോർട്ടെക്സിൻ്റെ M റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? M എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറാണ്. ഓക്കെ. അപ്പോൾ Cortex-M എന്ന് പറഞ്ഞാൽ പ്രൊസസ്സർ ഡിസൈൻ ചെയ്ത ഒരു ഫാമിലിയാണ്, മൈക്രോ കൺട്രോളേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ഫാമിലിയാണ്. ഓക്കെ. മനസ്സിലായില്ലേ? സോ നമുക്ക് എന്താ പറയുക, ഈ ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഉള്ളിലൊക്കെ Cortex-M പ്രൊസസ്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഫാസ്റ്റും ലോ പവറും ലോ കോസ്റ്റും സ്മോൾ സൈസൊക്കെ ആയതുകൊണ്ടാണ് ഈ എംബെഡ് സിസ്റ്റത്തിലൊക്കെ ഈ Cortex-M കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ എന്താ പറയുക, ലാപ്ടോപ്പിലുള്ള പ്രോസസ്സേഴ്സൊക്കെ ഡിഫറെൻറ്റ് ടാസ്കുകൾ പെർഫോം ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കുറേ സാധനങ്ങൾ ചെയ്യാം, അറ്റ് എ ടൈം മൾട്ടി ടാസ്കിങ് ആയിട്ട് കുറേ സാധനങ്ങൾ ചെയ്യാം. പക്ഷേ ഈ എംബെഡ് സിസ്റ്റത്തിലൊക്കെ ഒറ്റ ടാസ്ക് മാത്രമേ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് Cortex-M. ഇപ്പോൾ ഒരു സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനൊക്കെ ആകെ ആ വാഷിംഗ് മെഷീൻ ആവശ്യമുള്ള ആ ഫീച്ചേഴ്സ് മാത്രമല്ലേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് പല സാധനങ്ങളും ചെയ്യാം. ഓക്കെ. അപ്പം ഈ എംബെഡ് സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്യില്ല, ഒറ്റൊരു സ്പെസിഫിക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ. സോ Cortex-M processors are widely used in IoT ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറബിൾ ഹെൽത്ത് മോണിറ്ററിങ് സിസ്റ്റംസ്, ഇപ്പം ഫിറ്റ്നസ് ബാൻഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ECG മെഷീൻസ് ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യും. ECG മോണിറ്റർ ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടാവും. അങ്ങനത്തെ മെഡിക്കൽ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ സ്മാർട്ട് ഹോം ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യും. സ്മാർട്ട് ഹോം എന്ന് വെച്ചാൽ അപ്പോൾ സ്മാർട്ട് ലൈറ്റിംഗ് ഉണ്ടാവും, അതേപോലെ സ്മാർട്ട് ഡോർ ഓപ്പണിംഗ്, ഡോർ ലോക്ക് സിസ്റ്റം ഉണ്ടാവും. അങ്ങനത്തെ സാധനത്തിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. IoT ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ക്യാമറ, അതൊക്കെ ഒരു IoT ഡിവൈസ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് Cortex-Mൻ്റെ ആപ്ലിക്കേഷൻസ്. IoT ഡിവൈസസിൽ, വെയറബിൾ ഹെൽത്ത് മോണിറ്ററിങ് സിസ്റ്റത്തിൽ, സ്മാർട്ട് ഹോം ഡിവൈസസിൽ, മെഡിക്കൽ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. സോ Cortex-M എന്താണെന്ന് പറഞ്ഞതിന്. നെക്സ്റ്റ്, വൈ Cortex-M ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ എന്തുകൊണ്ടാണ് Cortex-M ഇമ്പോർട്ടൻറ്റ്? നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പവർ കൺസപ്ഷൻ ഭയങ്കര കുറച്ച് മതി, അതേപോലെ തന്നെ ലോ കോസ്റ്റാണ്, പിന്നെ നല്ല പെർഫോമൻസും ആണ്. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലൊക്കെ ഇൻറ്റൽ പ്രൊസസ്സേഴ്സൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്മാർട്ട് വാച്ചിലൊന്നും ഒരു ഇൻറ്റൽ പ്രൊസസ്സർ യൂസ് ചെയ്യാത്തത്? കാരണം ഇൻറ്റൽ പ്രൊസസ്സറിന് നല്ല പവർ കൺസപ്ഷനാണ്, അതേപോലെ തന്നെ സൈസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ലാപ്ടോപ്പൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ, ഭയങ്കര എക്സ്പെൻസീവും ആണ്.
ഓക്കെ. പക്ഷേ സ്മാർട്ട് വാച്ചിലൊന്നും നമുക്ക് ആ ഒരു പ്രൊസസ്സർ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ Cortex-M ഒക്കെ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് വാച്ചിലും അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ. ഓക്കെ. സോ പെർഫോമൻസ്, പവർ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് മെയിൻ തിങ്. They are ideal for devices that must operate continuously using batteries or limited power sources. Okay. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രാക്കറൊക്കെ അങ്ങനത്തെ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ബാറ്ററി ഡിവൈസസ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡിവൈസസിലൊക്കെ നമുക്ക് Cortex-M ആണ് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം സ്മാർട്ട് വാച്ചൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തീരൂലല്ലോ, കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. ഒരു സ്പീക്കർ ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ദിവസം അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. സോ അങ്ങനത്തെ ഡിവൈസസിലൊക്കെ ഇതാണ് പറ്റുക. Cortex-M processors can perform sensor monitoring, signal processing, wireless communication and control operations efficiently. ഓക്കെ. അപ്പം ഈ ഇൻപുട്ട് ഡാറ്റാസ്, സെൻസർ ഡാറ്റാസൊക്കെ റീഡ് ചെയ്യുക, സിഗ്നൽ പ്രോസസ്സിങ് നടത്താം, അതേപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ നടത്താൻ പറ്റും Cortex-M-ന്. ഓക്കെ. They are designed to execute task in real time. ഓക്കെ. റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ആ ടാസ്ക് പെർഫോം ചെയ്യുക, അങ്ങനെയാണ് അതിനാണ് റിയൽ ടൈം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഡിസൈൻ ടു എക്സിക്യൂട്ട് ടാസ്ക് ഇൻ റിയൽ ടൈം, മേക്കിംഗ് ദം സ്യൂട്ടബിൾ ഫോർ എംബഡഡ് ആപ്ലിക്കേഷൻസ് റിക്വയറിങ് ക്വിക്ക് റെസ്പോൺസ്. ഓക്കെ. ഇപ്പോൾ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ്, ഇപ്പം ഒരു ഫയർ അലാം സിസ്റ്റം എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, നമ്മൾ ഈ സെൻസർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡാറ്റ അങ്ങനെ ടെമ്പറേച്ചർ കൂടുണ്ടോ എന്ന് ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്ന മെഷീൻ സെൻസർ വെച്ചാൽ സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അലേർട്ട് കൊണ്ടുവരണം. സോ അതൊക്കെ എന്താണ്, ക്വിക്ക് റെസ്പോൺസ് റിക്വയറിങ് ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ എംബഡ് സിസ്റ്റത്തിലൊക്കെ ഈ Cortex-M പ്രോസസ്സർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് Cortex-M. ഇപ്പോൾ മെയിൻ ആപ്ലിക്കേഷൻസ് എന്താ, ഒന്ന് എംബഡ് സിസ്റ്റം. അപ്പോൾ എംബഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ് വെർ ഇറ്റ് പെർഫോംസ് വൺ ഡെഡിക്കേറ്റഡ് ടാസ്ക്. ഓക്കെ. സോ യൂസ്ഡ് ഇൻ എംബഡ് ആപ്ലിക്കേഷൻ വിത്ത് ദ പ്രോസസ്സർ പെർഫോംസ് എ ഡെഡിക്കേറ്റഡ് ടാസ്ക്. എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ, സ്മാർട്ട് TVs, അതേപോലെ നമുക്കിപ്പോൾ ഒരു പ്രിൻ്റർ പറയാം, ഒരു മൈക്രോവേവ് ഓവൻ പറയാം, അതൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് ടാസ്ക് ആണല്ലോ പെർഫോം ചെയ്യുക. പിന്നെ ലോ പവർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ Cortex-M പ്രോസസ്സറിന് പവറും കുറച്ച് മതി, അതുകൊണ്ട് കുറേ ബാറ്ററി ലൈഫും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സ്മാർട്ട് വാച്ചിന്, ഫിറ്റ്നസ് ബാൻഡിന്, പോർട്ടബിൾ മെഡിക്കൽ ഡിവൈസസിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ റിയൽ ടൈം ആപ്ലിക്കേഷൻ, അതെന്താ, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണം. എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നാലോ അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് നടന്നാലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വേണം. അങ്ങനത്തതാണ് ഇപ്പം കാർ എയർ ബാഗ്, അതേപോലെ ഡ്രോണ്, അതേപോലെ റോബോട്ടിക്സിലൊക്കെ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റോബോട്ട് കൺട്രോളറൊക്കെ ഭയങ്കര ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടണം. ഓക്കെ. സോ അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. Cortex-M processors provide deterministic behavior and fast interrupt handling. ഓക്കെ. ഇപ്പോൾ ഒരു കാറിൻ്റെ എയർ ബാഗ് പറയുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഹിറ്റ് നടന്ന സ്പോട്ടിൽ എയർ ബാഗ് ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് വരണം, അല്ലാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിലൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. സോ അങ്ങനത്തെ ഇമ്മീഡിയറ്റ് റെസ്പോൺസിന്, അതായത് റിയൽ ടൈം ആപ്ലിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനത്തത് യൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് കീ ഫീച്ചേഴ്സ് ഓഫ് Cortex-M. ഓക്കെ. കീ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലോ പവർ കൺസപ്ഷൻ, ആസ് മുകളിൽ പറഞ്ഞ സെയിം തിങ്, ഡിസൈൻഡ് ഫോർ എനർജി എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്, സപ്പോർട്ട് സ്ലീപ്പ് ആൻഡ് ലോ പവർ മോഡ്സ് ടു റെഡ്യൂസ് എനർജി യൂസേജ്. അപ്പോൾ ഇവിടെ ലോ പവർ മോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മോഡുകളൊക്കെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാനും ലെസ് പവറിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. ഹെൽപ്സ് ബാറ്ററി പവർ ഡിവൈസസ് റൺ ഫോർ ലോങ് പീരീഡ് വിത്തൗട്ട് ഫ്രീക്വൻറ്റ് ചാർജിങ്, എസെൻഷ്യൽ ഫോർ വെയറബിൾ ആൻഡ് പോർട്ടബിൾ എംബെഡഡ് സിസ്റ്റംസ്. നെക്സ്റ്റ് ഫാസ്റ്റ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ്. ഓക്കെ. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് എന്താ, ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ, പ്രൊസസ്സറിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഇവൻറ്റ് ഇൻ ബിറ്റ്വീൻ, നമ്മൾ ഓൾറെഡി പ്ലാൻഡ് അല്ലാത്ത ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ അതാണ് ഇൻട്രപ്റ്റ്. ഓക്കെ. സോ ഈ ഇൻട്രപ്റ്റ് Cortex-M processors include an advanced interrupt controller named NVIC. ഓക്കെ. NVIC എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻട്രപ്റ്റ് കൺട്രോളറാണ്. ഓക്കെ. അത് നെസ്റ്റഡ് വെക്റ്റർ ഇൻട്രപ്റ്റ് കൺട്രോളറാണ്. ഓക്കെ. അപ്പോൾ ഈ NVST എന്തിൻ്റെ ഉള്ളിലുണ്ട്, ഈ Cortex-M പ്രോസസ്സറിൻ്റെ ഉള്ളിലുണ്ട്. സോ അതുകൊണ്ട് എന്താ, ഇതിന് പെട്ടെന്ന് ഇൻട്രപ്റ്റ് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. പ്രയോറിറ്റി ബേസ്ഡ്, അതായത് കുറേ ഇൻട്രപ്റ്റുകൾ എന്നാൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ എഫിഷ്യൻറ്റ് മൾട്ടി ടാസ്കിങ്ങും. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഒക്കെ ആവശ്യമുള്ള സിസ്റ്റംസ് ആണ് എംബെഡഡ് സിസ്റ്റം. സോ അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ NVIC ഉള്ളതുകൊണ്ട് അതിന് ഫാസ്റ്റ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ.
ഫീച്ചേഴ്സ് ഓഫ് കോർട്ടെക്സ്-എമ്മിലുള്ളതാണ്. നെക്സ്റ്റ് ഹൈ പെർഫോമൻസ് ആണ്. ഹൈ പെർഫോമൻസ് എന്താ, കുറച്ച് പവർ മതി, അതുകൊണ്ട് അത് ക്വിക്കായിട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. കുറച്ച് പവർ മതിയെങ്കിലും ഇത്രയും സാധനങ്ങൾ അത് പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ഇപ്പം സെൻസർ പ്രോസസ്സ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ പ്രോസസ്സിങ്, അങ്ങനത്തെ എന്ത് ഇപ്പം ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അത് പെട്ടെന്ന് പെർഫോം ചെയ്യും. ഓക്കെ, സോ എഫിഷ്യൻറ്റ് പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ഇംപ്രൂവ്സ് എക്സിക്യൂഷൻ സ്പീഡ്. അപ്പോൾ നമ്മളിതൊരു പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ ആണല്ലോ ഈ കോർട്ടെക്സ്-M ആമിൻ്റെ പറഞ്ഞത്. സോ അതുകൊണ്ട് ഇവിടെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആക്കും. അതേപോലെ സെൻസർ ഡാറ്റ പ്രോസസ്സിങ്, സിഗ്നൽ അനാലിസിസ്, മെഷീൻ ലേണിംഗ് ഇൻ്റർഫറൻസ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്, റിയൽ ടൈം മോണിറ്ററിംഗ് ഒക്കെ ഇതിന് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്മോൾ കോഡ് സൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മൈക്രോ കൺട്രോളറിൻ്റെ മുകളിലൊക്കെ കോഡ് എഴുതും. അതാണല്ലോ ഈ എംബഡഡ് സി ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഈ പ്രോഗ്രാംസ് റിട്ടേൺ ഫോർ കോർട്ടെക്സ്-M റിക്വയർസ് ലെസ് മെമ്മറി, കുറച്ച് മെമ്മറി മതി. അതാണ് ഇതിൻ്റെ ഒരു അടുത്ത ഫീച്ചർ. സോ റിക്വയർസ് ലെസ് മെമ്മറി സ്റ്റോറേജ് കമ്പയർഡ് ടു ട്രഡീഷണൽ പ്രോസസ്സേഴ്സ്. അപ്പോൾ ട്രഡീഷണൽ എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള പ്രോസസ്സേഴ്സിലൊക്കെ എന്താ വലിയ സ്റ്റോറേജ് വേണം കോഡ് എഴുതാൻ. ഇവിടെ ചെറിയ കോഡ് എഴുതാൻ കുറച്ച് സ്പേസ് മതി. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് മെമ്മറി യൂസേജ് ഫ്ലാഷ് മെമ്മറി യൂസേജ് ആണ്. റാം റിക്വയർമെൻറ്റ്സ് കുറച്ച് മതി. ഹാർഡ്വെയർ കോസ്റ്റുകൾ അപ്പം കുറച്ച് മതി, സിസ്റ്റം കോസ്റ്റൊക്കെ കുറക്കുക. ഓക്കെ, ദെൻ കോസ്റ്റ് എഫക്റ്റീവ്. സോ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം അത്ര എക്സ്പെൻസീവ് അല്ല, ഇൻഎക്സ്പെൻസീവ് ആണ്. ആൻഡ് ഓൾസോ ഈ എക്സ്പെൻസ് കുറവായതുകൊണ്ട് കുറേ ഇലക്ട്രോണിക്സിലൊക്കെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് എന്താ, എഫിഷ്യൻ്റ് ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ്, റിയൽ ടൈം റെസ്പോൺസ് ആണ്, കോമ്പാക്ട് ഡിസൈൻ ആണ് അല്ലേ. സോ സ്മോൾ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ കോമ്പാക്ട് ഡിസൈൻ ആണ്. അതേപോലെ സെൻസിങ് ഇൻ്റർഫേസ് ഉണ്ട്, ഇൻപുട്സൊക്കെ ഭയങ്കര ഈസി ആയിട്ട് സെൻസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഭയങ്കര സ്മോളാണ്, ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുക, ഹൈലി റിലയബിൾ ആണ്, കുറേ കാലം ഇത് വർക്ക് ചെയ്യും, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോർട്ടെക്സ്-M പ്രോസസ്സർ സീരീസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ മുകളിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞു കോർട്ടെക്സ്-M ഒരു ഫാമിലിയാണ്, ആം പ്രോസസ്സറിൻ്റെ ഒരു ഫാമിലിയാണ് കോർട്ടെക്സ്-M. കോർട്ടെക്സ്-Mൻ്റെ അണ്ടറിൽ കുറേ സീരീസ് ഉണ്ട്. അതായത് കോർട്ടെക്സ്-M0, M3, M0 പ്ലസ് M0 ഓർ M0 പ്ലസ് M3, M4, M7, M33. ഇതാണ് ഇതിൻ്റെ സീരീസ്. ഓക്കെ, സോ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ M0 അപ്പോൾ ഇതിൻ്റെ പർപ്പസ് പറഞ്ഞാൽ അൾട്രാ ലോ പവർ ആൻഡ് സിമ്പിൾ കൺട്രോൾ. ഓക്കെ, ഇതൊരു എൻട്രി ലെവലാണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ആൻഡ് ലോ പവറാണ്. ബേസിക് ആയിട്ടുള്ള IoT ഡിവൈസസിൽ, വെയറബിൾ ഡിവൈസസിലൊക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ. M3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ വേർഷൻസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. ഓക്കെ, സോ M3 എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് പെർഫോമൻസ്, കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വേർഷനാണ് M0ൻ്റെ. ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് M4. അപ്പം M4ൽ എന്താ, DSP ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം. DSP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. സോ അവിടെ ഈ ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ അനലൈസിങ്, മോഡിഫിക്കേഷനും പ്രോസസ്സിങ്ങും ഒക്കെ നടത്തും. അപ്പോൾ M3നെക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വേർഷനാണ് M4. ഓക്കെ, സോ ഈ M4ൽ ബെറ്റർ പെർഫോമൻസ് ആണ്. ജനറൽ പർപ്പസ് എംബെഡഡ് സിസ്റ്റത്തിലൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. ഓക്കെ, ഓഡിയോ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചുകൂടി നല്ലതാണ്. അതേപോലെ ഹെൽത്ത് കെയർ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, മോട്ടോർ കൺട്രോള് അങ്ങനത്തെ സാധനത്തിലൊക്കെ M4 കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ M7. ഓക്കെ, M7 എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് എംബെഡഡ് സിസ്റ്റംസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ, റോബോട്ടിക്സ്, അതേപോലെ തന്നെ എന്താ പറയുക, ഡിഫറെൻറ്റ് AI ഡിവൈസസിൽ ഒക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം ഈ M3, M4, M7 ഒക്കെ അതിൻ്റെ ബെറ്റർ വേർഷൻസ് ആയി വരികയാണ്. അപ്പം M7 M4നെക്കാട്ടും നല്ല ബെറ്റർ വേർഷനാണ്. പിന്നെ M33 എന്ന് പറഞ്ഞാൽ ഒരു 32-bit ആം പ്രോസസ്സറിൻ്റെ ഒരു വേർഷനാണ്. സോ ഇത് IoT ഡിവൈസസ്, സെക്യൂർ ആപ്ലിക്കേഷൻസിൽ, സ്മാർട്ട് ഡിവൈസസിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഇത് കൂടുതലും സെക്യൂരിറ്റി ഫോക്കസ്ഡ് IoT സിസ്റ്റമാണ്. അപ്പം ഈ ഇംപ്രൂവ്ഡ് വേർഷനിൽ കൂടെ മോർ സെക്യൂരിറ്റിയും കൂടി ഫോക്കസ് ചെയ്തതാണ് കോർട്ടെക്സ്-M33 സീരീസ്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ അതിൻ്റെ ഡിഫറെൻറ്റ് സീരീസ് എന്താണ്, അതേപോലെ തന്നെ അത് എന്തൊക്കെ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കോർട്ടെക്സ്-M. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് കോർട്ടെക്സ്-M നോക്കാം. സോ എനർജി എഫിഷ്യൻ്റ് ആണ്, മുകളിൽ പറഞ്ഞാൽ അതൊക്കെ ഫീച്ചേഴ്സും ഇതൊക്കെ ഇവിടെ അഡ്വാൻറ്റേജ് ആണല്ലോ. ഓക്കെ, അപ്പോൾ എനർജി എഫിഷ്യൻ്റ് ആണ്. ആൻഡ് റിയൽ ടൈം റെസ്പോൺസീവ് ആണ്. അതായത് അപ്പം റിയൽ ടൈം ആയിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റെസ്പോൺസുകൾ തരും. ഓക്കെ, പിന്നെ കോമ്പാക്റ്റ് ആർക്കിടെക്ചറാണ്. അതായത് ഡിസൈൻസ് ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ചെറിയ ഡിസൈൻസാണ്. ആർക്കിടെക്ചറും സ്മോളാണ്, വലിയ സ്പേസും മെമ്മറിയും അതൊന്നും ഇതിന് ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസി ഇൻ്റഗ്രേഷൻ ആണ്.
വിത്ത് സെൻസേഴ്സ് ആൻഡ് അപ്പം സെൻസേഴ്സും പെരിഫറൽസും ഡിഫറെൻറ്റ് ബ്ലോക്സ് ഒക്കെ ഉണ്ടായാലും ഈസി ഇൻറ്റഗ്രേഷൻ ആണ്. പിന്നെ സ്യൂട്ടബിൾ ഫോർ ടൈനി ML ആൻഡ് എഡ്ജ് AI ആപ്ലിക്കേഷൻസ്. വാട്ട് ഈസ് ടൈനി ML ആൻഡ് എഡ്ജ് AI ആപ്ലിക്കേഷൻസ്? സോ അതെന്താണെന്ന് വെച്ചാൽ ടൈനി ML എന്ന് വെച്ചാൽ ഈ AI മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസൊക്കെ സ്മോൾ ആയിട്ടുള്ള AI മോഡൽസൊക്കെ മൈക്രോ കൺട്രോളറിൻ്റെ മുകളിൽ റൺ ചെയ്യുന്നതാണ് ടൈനി ML. ഓക്കെ, ഇപ്പോൾ ഈ ടൈനി MLനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഡിഫറെൻറ്റ് AI അതേപോലെ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് AI വെച്ചിട്ട് ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റിൽ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും എബ്നോർമാലിറ്റീസ് ഉണ്ടോ നോക്കും, ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അതൊക്കെ ഒരു ടൈനി MLൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഹൈലി റിലയബിൾ ആണ്. ആസ് നമ്മൾ പറഞ്ഞ പോലെ കുറേ കാലം അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. ആൻഡ് സ്കെയിലബിൾ ഫോർ ഡിഫറെൻറ്റ് പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ ഇത് ഡിഫറെൻറ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ ആണെങ്കിൽ നമുക്ക് Cortex-M0 യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ കോംപ്ലക്സ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് Cortex-M7 M33 ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ അപ്പോൾ നമ്മൾ ഒരു ആമിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞ ശേഷം Cortex-M എന്താ പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും അങ്ങനത്തെ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞെന്താ Cortex-M എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എംബെഡ് സിസ്റ്റം, ലോ പവർ ഡിവൈസസ്, റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. പിന്നെ കീ ഫീച്ചേഴ്സ് പറഞ്ഞു, പവർ കുറവാണ്, ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, പെർഫോമൻസ് കൂടുതലാണ്, കോസ്റ്റ് എഫക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ സീരീസും പറഞ്ഞു, അഡ്വാൻറ്റേജസും പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ Cortex-M. ഓക്കെ, ഒരു ഇതാണ് ഒരു പ്രോസസ്സർ, ഒരു ചിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കാറുണ്ട്, കാറിൽ എയർ ബാഗ് സിസ്റ്റം നമുക്ക് പറയാം, ഡ്രോണ്, റോബോട്ട്, സ്മാർട്ട് ഹോം പറയാം, മെഡിക്കൽ ഡിവൈസസ് പറയാം, സ്മാർട്ട് വാച്ച് പറയാം. ഇപ്പോൾ ഇതൊക്കെ ഒരു Cortex-Mൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, സോ ഇൻ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് Cortex-M ഇൻ ദ ARM processor and how it is designed for various embedded systems and all. So here we are going to study like how it works internally. Okay, so here we says about the ARM Cortex-M architecture basis. So in last video we have said about its features, applications and basic things. Okay, so coming to this, here we discuss about architecture basics of Cortex-M in ARM architecture. So നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ പ്രോസസ്സേഴ്സൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ കുറച്ച് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറവാണ്. അങ്ങനത്തെ ഒക്കെ ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ടു നമ്മൾ പറഞ്ഞു, ആഡ് R1 R2 അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പം ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ ആണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതിനാണ് സിമ്പിൾ കമാൻഡ്സായി കൊടുക്കുന്നതാണ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, സോ ഈ ARM ഫോളോ ചെയ്യുക റിസ്ക് ആർക്കിടെക്ചറാണ്, അതായത് സ്മോൾ നമ്പർ ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് മാത്രം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനാണ് ഈ ARM ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ കുറേ ഹൺഡ്രഡ്സ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫ്യൂവർ ആൻഡ് സിംപ്ലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ച് വർക്ക് ചെയ്യാനാണ് ഈ ARM നോക്കുക. സോ അതാണ് ഈ റിസ്ക്. ഓക്കെ, so Cortex-M processors are based on RISC architecture, which is reduced instructions and computer. Okay, so RISC architecture uses a small and optimized set of instructions for faster processing. Okay, അപ്പം ഫാസ്റ്റർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ Cortex-M യൂസ് ചെയ്യുക റിസ്ക് ആർക്കിടെക്ചറാണ്, അതായത് സ്മോൾ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ആർ ഡിസൈൻ ടു എക്സിക്യൂട്ട് ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പെട്ടെന്നും അതേപോലെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. helps reduce processor complexity and improves overall performance. ഓക്കെ, അപ്പോൾ ഓവറോൾ പെർഫോമൻസ് കൂട്ടാനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്, എക്സിക്യൂഷൻ ഫാസ്റ്റർ ആക്കുക, പ്രോസസ്സർ വർക്കിംഗ് സിമ്പിളാക്കുക, ലെസ് പവർ മതി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ബേസിക്സിൽ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണാം, അതായത് ഒരു റിസ്ക് ആർക്കിടെക്ചർ കാണാം. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് മെയിൻ മെമ്മറി ഉണ്ട്. മെയിൻ മെമ്മറി എന്താണ്, ഇതാണ് മെയിൻ മെമ്മറി. ഓക്കെ, സോ ഈ മെയിൻ മെമ്മറി എന്താണ്, ഈ മെയിൻ മെമ്മറിയാണ് പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുക മെയിൻ മെമ്മറിയിലാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് LED 1 കൊടുത്താൽ LED ബ്ലിങ്ക് ചെയ്യണം എന്നാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് ആ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക മെയിൻ മെമ്മറിയിലാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്താണ്, ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ
മെയിൻ മെമ്മറിയിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോസസ്സറിന് അത് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പം റീഡ് ചെയ്യാൻ അത് എന്താ പറയുക, എല്ലാ ഇൻസ്ട്രക്ഷൻസും ഡയറക്റ്റ്ലി മെയിൻ മെമ്മറിയിൽ നിന്ന് അല്ല റീഡ് ചെയ്യുക പ്രോസസ്സേഴ്സ്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ, എപ്പോഴും ഇപ്പോൾ നമ്മൾ ആഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻ ക്യാഷയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ്, ഈ പ്രോസസ്സറിന് ഈസിലി ആക്സസബിൾ ആണ് ഇൻസ്ട്രക്ഷൻസ്, അതിനാണ് ഇൻസ്ട്രക്ഷൻ ക്യാഷ്. അപ്പോൾ ക്യാഷ് എന്താണ്, സ്മോൾ ആയിട്ടുള്ളൊരു ഫാസ്റ്റ് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ സ്റ്റോർ ചെയ്യാനാണ് ക്യാഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ഒരു ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഹിയർ ദർ ഇസ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് എന്താ, അതൊരു പ്രോസസ്സറിൻ്റെ കൺട്രോളറാണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കൺട്രോളർ. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻസൊക്കെ റീഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും അതേപോലെ കൺട്രോൾ സിഗ്നൽസൊക്കെ കൊടുക്കുക, ഇങ്ങനെ ഓവറോൾ കൺട്രോളിങ് നടത്തുന്നതാണ് ഹാർഡ് വയർ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ പാത്താണ്. ഇവിടെ ഡാറ്റ പാത്ത്. ഓക്കെ, ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാസ് ഈ പ്രോസസ്സറിലേക്ക് കൂടെയാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇപ്പോൾ രജിസ്റ്റേഴ്സ്, ALU, ഷിഫ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഡാറ്റാസൊക്കെ പ്രോസസ്സ് ചെയ്യാൻ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം. സോ ആ ട്രാവൽ ചെയ്യണ പാത്താണ് ഡാറ്റ പാത്ത്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ക്യാഷ്. സോ ഡാറ്റ ക്യാഷ്. ഈ ഡാറ്റ ക്യാഷ് എന്താ, മുകളിൽ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ക്യാഷ് പോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് ഡാറ്റ ക്യാഷ്. ഓക്കെ, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസ്, വാല്യൂസ്, അതേപോലെ ടെമ്പററിലി, അതായത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സമയത്ത് മാത്രം ആവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് ഡാറ്റ ക്യാഷ്. ഓക്കെ, സോ ഇതാണ് ഇതിലുള്ള മെയിൻ ഫീച്ചേഴ്സ്. ഓക്കെ, സോ ഈ റിസ്ക് ആർക്കിടെക്ചറിൽ മെയിൻ മെമ്മറി, ഇൻസ്ട്രക്ഷൻ ക്യാഷ്, ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ്, ഡാറ്റ path, data cache and main memory. So this will be communicating to each other. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് എന്ത് പ്രോഗ്രാമാണ് അത് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് മെയിൻ മെമ്മറി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇൻസ്ട്രക്ഷൻ ക്യാഷിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഹാർഡ് വയർഡ് കൺട്രോൾ എന്താക്കും, ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ എടുത്തിട്ട് അതിനെ ഡീകോഡ് ചെയ്യും, എന്നിട്ട് ഡാറ്റ പാത്തിലേക്ക് കൊടുക്കും. ഈ ഡാറ്റ പാത്താണ് പെർഫോമൻസ് അങ്ങനത്തെ പെർഫോമൻസൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഫ്രീക്വൻ്റ്ലി യൂസ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെ ഡാറ്റ ക്യാഷിലും സ്റ്റോർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് റിസ്ക് ആർക്കിടെക്ചർ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസ്ക് ആർക്കിടെക്ചർ. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സിമ്പിൾ ഇൻസ്ട്രക്ഷൻ എന്താ, അതിന് നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ആൻഡ് ഫിക്സ്ഡ് ലെങ്ത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. പ്രോസസ്സറിനെ ഡീകോഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഈസിയർ ആവും. റെഡ്യൂസസ് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്സ് എക്സിക്യൂഷൻ എഫിഷ്യൻസി. അപ്പോൾ കോംപ്ലക്സിറ്റി കുറക്കും ഹാർഡ്വെയറിൻ്റെ, ആൻഡ് ഓൾസോ എഫിഷ്യൻ്റായിട്ട് എക്സിക്യൂഷൻസ് ഒക്കെ നടക്കാം, അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, പിന്നെ ഫാസ്റ്റർ എക്സിക്യൂഷനാണ്, അതായത് എന്താ പറയുക, ചിലപ്പോൾ ഒരു സിംഗിൾ സൈക്കിളിലോ അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. വലിയ ഹാർഡ് ഓർ ലോങ് ആയിട്ടുള്ള കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസിന് പകരം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് എടുക്കുക. പിന്നെ ഹൈ സ്പീഡ് പ്രോസസ്സിംഗ് ആണ്, ക്വിക്ക് റെസ്പോൺസ് ആണ്, പിന്നെ റിയൽ ടൈം എംബെഡഡ് സിസ്റ്റത്തിലും IoT ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂവർ ക്ലോക്ക് സൈക്കിൾസ്. അപ്പോൾ ഫ്യൂവർ ക്ലോക്ക് സൈക്കിൾസിൽ പറയണത് എന്താ, റിക്വയർസ് ഫ്യൂവർ സൈക്കിൾസ് ടു കംപ്ലീറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, സോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ നമ്മൾ പറഞ്ഞല്ലോ ജസ്റ്റ് ഒറ്റ സൈക്കിളിൽ 1 ക്ലോക്ക് സൈക്കിളിലൊക്കെ അത് കംപ്ലീറ്റ് ആക്കുന്നു. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ പെട്ടെന്ന് ക്വിക്ക്ലി അത് ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ ഫ്യൂവർ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്യൂവർ ക്ലോക്ക് ടിക്സിൻ്റെ ഉള്ളിൽ ഹോൾ ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുത്ത്, അപ്പോൾ ഒരു കുട്ടി അത് 10 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത്, ഒരു കുട്ടി 5 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിൽ 5 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുക, അതാണ് കുറച്ചുകൂടിയും ബെറ്റർ. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രോസസ്സർ ഫ്യൂവർ സ്റ്റെപ്സിൽ, അതായത് ഫ്യൂവർ ക്ലോക്ക് സൈക്കിൾസിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. റെഡ്യൂസസ് പ്രോസസ്സിംഗ് ഡിലേ ആൻഡ് ഇംപ്രൂവ് സിസ്റ്റം പെർഫോമൻസ്. അപ്പോൾ ഡിലേ ഒക്കെ കുറച്ചിട്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഹെൽപ്സ് അച്ചീവ് ലോ ലാറ്റൻസി ഇൻ എംബെഡഡ് സിസ്റ്റംസ് ഓർ എംബെഡഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എഫിഷ്യൻറ്റ് പൈപ്പ് ലൈൻ ഓപ്പറേഷൻ.
അപ്പോൾ എഫിഷ്യൻറ്റ് പൈപ്പ് ലൈൻ ഓപ്പറേഷനിൽ സപ്പോർട്ട് പൈപ്പ് ലൈനിങ് ഫോർ പാരലൽ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിങ്. ഓക്കെ, സോ ഈ റിസ്ക് പ്രോസസ്സറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് എന്ത്, പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അറ്റ് സെയിം ടൈം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പം ഒരു എന്താ പറയുക, ഒരു സ്റ്റേജിൽ ഇൻസ്ട്രക്ഷൻ 1 റൺ ചെയ്യുന്നുണ്ടാവും, നെക്സ്റ്റിൽ ഇൻസ്ട്രക്ഷൻ 2, ഇൻസ്ട്രക്ഷൻ 3, അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യുന്നുണ്ടാവും അറ്റ് എ ടൈം. ഓക്കെ, അതാണ് പൈപ്പ് ലൈൻ. ഓക്കെ, സോ ഇവിടെ ഓവർലാപ്പ് കൊടുത്തിട്ട്, അതായത് പക്ഷേ ഇവർ തമ്മിൽ കൊളീഷൻ ഒന്നും ഉണ്ടാവില്ല, ബട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും ചെയ്യും. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആ പ്രോസസ് സൈമിൾട്ടേനിയസ്ലി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, സോ ഈ പൈപ്പ് ലൈനിലെ മെയിൻ 3 സ്റ്റേജസ് ആണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്. അപ്പോൾ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിന് റീഡ് ചെയ്യുക. പ്രൊസസ്സർ റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി വിച്ച് ഇസ് കോൾഡ് ആസ് ഫെച്ച്. ഓക്കെ, അപ്പം ഡാറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നതിനാണ് ഫെച്ച് എന്ന് പറയുന്നത്. പിന്നെ ഡീകോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുക, അതായത് അണ്ടർസ്റ്റാൻഡബിൾ വേയിലാക്കുക. ഓക്കെ, പ്രൊസസ്സർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആഡ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അത് ഓക്കെ ആഡ് എഡിഷന് വേണ്ടിയിട്ടാണ്, അങ്ങനെ മനസ്സിലാക്കലാണ്, ഡീകോഡ് ചെയ്യലാണ് ഡീകോഡ്. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണോ പറഞ്ഞത് അത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ആർ ദ മെയിൻ 3 സ്റ്റേജസ് ഇൻ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. ഇംപ്രൂവ്സ് ത്രൂപുട്ട് ആൻഡ് പ്രോസസ്സർ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ അത് പെർഫോമൻസും ത്രൂപുട്ടൊക്കെ ഇൻക്രീസ് ചെയ്യും. Okay, so this is the main characteristics of RISC architecture.